കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് സാരംഗ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, കാസർഗോഡ് എവിടെയാണുള്ളത്? എന്താണ് അവിടുത്തെ സ്ഥിതി? മഴ അപകടകരമായ സാഹചര്യത്തിലേക്ക് അവിടെ മാറുന്നുണ്ടോ, അതോ പൊതുവിൽ സാധാരണയുള്ള മഴ ദിനങ്ങളെ പോലെ തന്നെയാണോ? നിതീഷ്, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് നഗരത്തിലെ MG റോഡിലാണ്. റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള ഒരു മഴയിലേക്ക് അല്ലെങ്കിൽ അത്യന്തരം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കൊന്നും തന്നെ ജില്ലയിലെ അവസ്ഥ പൊതുവിൽ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. യാതൊരു തരത്തിലുള്ള മഴക്കെടുതിയോ മറ്റ് അപകട സംഭവങ്ങളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കടലാക്രമണ സാധ്യതയും അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ചെയ്യുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഭാഗത്തു നിന്ന് വരുന്ന മുന്നറിയിപ്പുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻ വർഷങ്ങളിൽ വലിയ തോതിൽ കടലേറ്റമുണ്ടായ തൃക്കണ്ണാടും അതുപോലെ തന്നെ കാവുങ്കോളി പ്രദേശങ്ങളിലുള്ള ആളുകൾ ഒക്കെ തന്നെ അത്യന്തം ജാഗ്രതയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്നും നാളെയും ഒക്കെ തന്നെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻ്ററുകളും മദ്രസകളും അടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാറ്റ് വലിയ തോതിൽ കാസർഗോഡ് നഗരത്തിലുടനീളം വീശിയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വരുന്ന മണിക്കൂറുകൾ ഒരുപക്ഷെ വലിയ തോതിലുള്ള മരങ്ങളൊക്കെ തന്നെ വീഴാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതായുണ്ട്. നിതീഷ്, ശരി. സാരംഗാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡും ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെയും മഴ പെയ്യുന്നുണ്ട്. MG റോഡിൽ നിന്നാണ് അവിടുത്തെ വിവരങ്ങളാണ് സാരംഗ് പറഞ്ഞത്.